നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് രാവിലെ ചേമ്പ് കിട്ടിയിട്ടുണ്ട്. ചെറു ചേമ്പ് നമ്മുടെ പച്ചക്കറിക്കാരൻ ഇതിൽ കൂടെ പോയി വാങ്ങിയതാണ്. 1 കിലോ ചേമ്പ് വാങ്ങി. അതിൽ ഞാൻ 5-10 ചേമ്പ് എടുത്തു കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു കറി വയ്ക്കാം. ചേമ്പും അതിൽക്കൂടെ കൂട്ടായിട്ട് ഒരു കൊപ്പക്കായും ഇടുന്നത് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് കൊപ്പക്കായും ചേമ്പും കൂടിയിട്ട് പുളി ഒഴിച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. നാടൻ കൂട്ടാൻ. പരിപ്പ് വേണ്ട, നാളികേരം വേണ്ട, ഒന്നും വേണ്ട. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കൊപ്പക്കായ നുറുക്കാം. ഈ കൊപ്പക്കായ നമ്മൾ കറി വെച്ച് ദിവസം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. നല്ല ശോധന ഉണ്ടാവും. ഒരു കാരണവശാലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് കഴിക്കണം, നല്ലതാണ്. ഇതിൻ്റെ പശ കൈമ ആയാലും ചൊറിയും. അതുകൊണ്ട് കയ്യിൻ്റെ പുറത്തൊന്നും ആവാണ്ടിരിക്കാനായിട്ട് നോക്കുക. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക. കൊപ്പക്കായ നല്ലതാണ്. കൊപ്പയുടെ ഇലയും നല്ലതാണ്. നമുക്കറിയാലോ, ഈ ഡെങ്കിപ്പനിയൊക്കെ വരുമ്പോൾ ബ്ലഡിൽ കൗണ്ട് കുറയില്ലേ ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൽ കൂടാനായിട്ട് ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഇത്ര കൊപ്പക്കായയുടെ ഇലയുണ്ടല്ലോ. ഇല ഇങ്ങനെ പിഴിഞ്ഞിട്ട് കുത്തി പിഴിഞ്ഞ് നീര് കുടിച്ചാൽ പെട്ടെന്ന് കൗണ്ട് കൂടി കിട്ടും. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് ഇതുപോലെ തന്നെ മുമ്പ്, ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഡെങ്കിപ്പനി വന്ന് കൗണ്ട് കുറഞ്ഞ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് വരും. ഇഞ്ചക്ഷനൊക്കെ മരുന്നൊക്കെ ചെയ്തിട്ടും പതുക്കെ വരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞതാണ് കൊപ്പക്കായയുടെ ഇല ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ കൊപ്പക്കായയുടെ കൂമ്പല പൊട്ടിച്ച് കൊണ്ടുവന്ന് ചതച്ച് മിക്സിയിൽ ഒറ്റയടിക്കും. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് 1 ഔൺസ് വെള്ളം കൊടുക്കും, അതിൻ്റെ നീര്. അപ്പോൾ പെട്ടെന്ന് 2-3 ദിവസം കൊടുക്കുമ്പോഴേക്കും നല്ല ഭേദം കിട്ടും. അസുഖമൊക്കെ വേഗം മാറും, ക്ഷീണം കുറയും. അപ്പം നമ്മൾ കൊപ്പക്കായ കൊണ്ട് ഒരുപാട് ഗുണം കിട്ടാൽ വിലയില്ലാത്തതായിട്ട് ആരും കളയരുതേ. കൊപ്പക്കായ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കൊപ്പക്കായ എന്ന് പറയുക, പപ്പായ എന്ന് പറയും, കപ്പളങ്ങ എന്ന് പറയും, കർമൂസ് കായ എന്ന് പറയും. ഇവിടെ കൊപ്പക്കായ എന്ന് പറയാം കേട്ടോ. നമ്മൾ കൊപ്പക്കായ നുറുക്കിയതാ. ഇത്രയും കഷ്ണമുണ്ട് കൊപ്പക്കായ. പിന്നെ ചേമ്പും തൊലി കളഞ്ഞു വെച്ചു. ഒരു 10-12 ചേമ്പുണ്ട്. കുറച്ച് ചക്കക്കുരു കൂടി എടുത്തുട്ടാ ഞാൻ. എല്ലാം നമ്മളവിടെ കിട്ടുന്ന സാധനം. ഇത് ഇനി അവിടെ ഇട്ടാൽ അത് കേടായി പോവും. അപ്പം ഞാനത് എടുത്തു. ഒരു 5-6 ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു 4ആയിട്ട് പൊടിച്ചത് അതും ഇതിലിട്ടു. പിന്നെ ചേമ്പാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളായി. അതൊക്കെ കൊപ്പക്കായ 1 ചെറുത്, ചേമ്പ് ഒരു 5-10 വിത്ത്, പിന്നെ ചക്കക്കുരു ഒരു 5-6 ചക്കക്കുരു 4ആയി പൊടിച്ചത്. ഇത്രയായി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടിയും നന്നായിട്ട് 1 ടീസ്പൂൺ ഇട്ടു. ഉപ്പിടാം. കല്ലുപ്പാണ്, ആവശ്യത്തിന് ഉപ്പിട്ടു. വെള്ളമൊഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തീ കത്തിച്ചു. അടുപ്പത്ത് വയ്ക്കാം. അടച്ചു. ഈ 2 വിസിൽ വന്നോട്ടെ. അപ്പോൾ ഇതൊക്കെ വേവും കേട്ടോ. പുതിയ ചേമ്പായത് കൊണ്ട് അതും വേവും, കൊപ്പക്കായും വേവും, ചക്കക്കുരും ഒക്കെ വേവും കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട്, ഇത് വിസിൽ വന്ന് കഴിയുമ്പോൾ ചേർക്കാനായിട്ട് പുളി വേണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒഴിക്കാം കേട്ടോ. ഇത്ര പുളിയാണ് എടുത്തേക്കണത്. ഒക്കെ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. കുതിരട്ടെ. നമ്മുടെ കൊപ്പക്കായും ചേമ്പൊക്കെ ഒരു 3 വിസിൽ വന്നു കേട്ടോ. പ്രഷർ പോയി. കൊപ്പക്കായ വന്നിട്ടുണ്ട്.
ചേമ്പ് വെന്തിട്ടുണ്ട്, നോക്കൂ. ചേമ്പ് വെന്തിട്ടുണ്ട്, ചക്കക്കുരു വെന്തിട്ടുണ്ട്. പുളി ഒഴിക്കാം കേട്ടോ. കലക്കി വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു. തിളയ്ക്കണം, ഈ പുളി വേവുണ്ടായി. ഒന്ന് ഉടച്ച് ചേർത്താൽ നല്ല കൊഴുപ്പായി കേട്ടോ. ഈ ചേമ്പ് നല്ല കൊഴുപ്പുള്ളതല്ലേ, അതുപോലെ ചക്കുരുവിനും കൊഴുപ്പുണ്ട്. ഉപ്പ് നോക്കാം കേട്ടോ ഒന്ന്. തിളക്കട്ടെ ഒന്ന്. ഇപ്പോഴും നമുക്ക് വറുത്തിടാൻ തയ്യാറാക്കാം കേട്ടോ. നമുക്കിത് കുറച്ച് പപ്പടം വറക്കാം, കൊണ്ടാട്ടങ്ങൾ വറക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചു, നന്നായിട്ട് തിളക്കണം. ശരിക്കും പുളിയൊക്കെ ഒന്ന് വേവണമല്ലോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടിയിൽ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതിയില്ലേ? ഓഫാക്കി കേട്ടോ. ഇത് വറുത്തിടാം. വറുത്തിടുന്നേക്കാളും കുറച്ച് കൊണ്ടാട്ടം വറുത്തെടുക്കാം നമുക്ക്. ഇതിൽ എന്തൊക്കെയാണെന്നറിയാമോ? ഇത് കുറച്ച് ചുണ്ടങ്ങയുണ്ട്, പിന്നെ ചക്കപ്പപ്പടം ഉണ്ട്, കുമ്പളങ്ങയുടെ തൊണ്ട്, ചോറ് ഒക്കെ ഉണക്കിയതുണ്ട് കേട്ടോ. 3 തരത്തിലുള്ള കൊണ്ടാട്ടങ്ങളാണിത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പപ്പടം ഇടാം. നമ്മുടെ ചുണ്ടങ്ങ ഇല്ലാതെ കൂടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ ചുണ്ടങ്ങ പൊട്ടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാം നമ്മുടെ വീട്ടിലെത്തിയ ചുണ്ടങ്ങയും കുമ്പളങ്ങയും ചക്കയും ഒക്കെ നമ്മുടെ തന്നെ സ്വന്തമാണ്. 2 മുളകും കൂടി വറക്കാം അല്ലേ? നമുക്ക് കടുക് ഇതിലേക്കുള്ള ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ കടുക് വറുത്തരാം കേട്ടോ. രണ്ട് ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടി കഴിയാറായിട്ടുള്ള ഉലുവിട്ടു. കുറച്ച് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിടാം. കറിവേപ്പിലിടാം. ഓഫാക്കിയിട്ടോ തീ. ഒന്ന് അടച്ചു വെക്കും. ഇപ്പം നമ്മളുടെ ഇന്നത്തെ ഭക്ഷണത്തിനുള്ള കറി, അതായത് പുളിങ്കറി, കൊപ്പക്കായും ചേമ്പും ചക്കക്കുരും കൂടിയിട്ട് പുളിങ്കറി വെച്ചു. നാളികേരം വേണ്ട, പരിപ്പ് വേണ്ട. നാളികേരം വേണ്ട, പരിപ്പ് വേണ്ട. പിന്നെ പപ്പടം വറുത്തത്, കൊണ്ടാട്ടങ്ങൾ, മുളക് വറുത്തതൊക്കെ ഉണ്ട്. നോക്കാം എന്തായി നമ്മുടെ കൂട്ടാൻ അല്ലേ. സൂപ്പറാണ് കേട്ടോ. കറുപ്പ് നിറം ഉണ്ട്, അത് പുളിയുടെ നിറമാണ് കേട്ടോ. പുളിയുടെ കറുപ്പ് നിറമാണ്.
സൂപ്പറാ. ഇത് രസമായിട്ട് ഉണ്ടായിക്കാന്നറിയോ? പിന്നെ ഇന്നലെ വെച്ച കാളനുണ്ട് കേട്ടോ. കാളൻ നല്ല കുറുക്ക് കാളൻ. ഭക്ഷണം ഒക്കെ റെഡി ആയി കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഓക്കെ. അപ്പൊ നിങ്ങളിങ്ങനെ കൊപ്പക്കായ കിട്ടുമ്പോഴേ ഇതുപോലെ വെച്ച് നോക്കൂ. ചേമ്പ് നല്ല കൊഴുപ്പ് കിട്ടുന്ന സാധനം. ചേമ്പ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറു ചേമ്പ് തിന്നാന്ന് വെച്ചാലേ അതിന് പറയില്ലേ, ചോട്ടോടൊരു വാഴയുടെ ശബ്ദം ഉണ്ടാക്കും നമ്മള്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇന്നത്തെ കറികൾ ഇഷ്ടമായെങ്കിൽ വെച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇന്നത്തെ കറികൾ ഇഷ്ടമായെങ്കിൽ വെച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ കമൻറ്റുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇട്ടോളൂ. മതി 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 മതി. എത്ര നാളായി എളുമ്പ് വെച്ചിട്ടല്ലേ? കടം എന്തൊക്കെ വെച്ചാലും ഈ ഒരു പുളിങ്കറിയുടെ ടേസ്റ്റ് അതൊന്നും വേറെ തന്നെ കേട്ടോ. വേറെ ഒന്നും കിട്ടില്ല. പക്ഷേ ഞാനൊന്നും ഇഷ്ടമില്ല. എന്ത് ചെയ്യാ? ആരും പറയണേ, ഈ കറുത്ത കളർ കാണുമ്പോഴേ പണ്ട് അമ്മ ചേമ്പിൻ്റെ തണ്ട് ഇതുപോലെ കൊണ്ടുവന്നിരിക്കുന്നു. ചേമ്പിൻ്റെ തണ്ടേ, ചേമ്പിൻ്റെ വിത്താണെന്ന് മാത്രം. തണ്ട് ഇതുപോലെ വയ്ക്കാട്ടോ. വെച്ചിട്ടുണ്ട്. എന്താ സാധനം അറിയോ? ഈ പുളിക്കറി കൂട്ടിയിട്ട് ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കറിയായിരിക്കും ഇത്. നമ്മുടെ വീട്ടിലത്തെ കൊപ്പക്കായ പൊടിച്ചു, ഞാൻ ചേമ്പെടുത്ത് എടുത്തു, പൊടി വെച്ച് വെച്ചു. ഇത് ഏത് കൊണ്ടാണ് പറയുന്നത്? ഇത് മുളക്, ചക്ക കൊണ്ടാണ് ചക്കപ്പപ്പടം, ഇത് കുമ്പളങ്ങയുടെ ചോറ്, ഇത് കുമ്പളങ്ങയുടെ തൊലി, പിന്നെ ഇത് ചുണ്ടങ്ങ, പിന്നെ ഇത് മുളക്, പിന്നെ നേരത്തെ പയർ കണ്ടുള്ളത്. പയറോട് പോയി ഞാൻ കഴിച്ചോണ്ട്. ഇതൊന്നും കണ്ടിട്ട് പ്രഷറുകാർ കൊതിക്കണ്ടാട്ടാ. പ്രഷറുകാർക്ക് ഞാൻ കൊണ്ടാട്ടൊന്നും. നിങ്ങൾക്ക് കൊതിയാവുണ്ടോ? ഞാൻ ഒന്ന് കാണുമ്പോ പണ്ട് എൻ്റെ അമ്മ പറയും, ചോറുണ്ണുമ്പോ ഉണ്ണാണത് കാണുന്നവർക്ക് ഉണ്ണാൻ തോന്നുന്നു. അങ്ങനെ കഴിക്കണം എന്നാ പറയാം. അത്ര രുചികരമായിട്ട് കഴിക്കണം, ആസ്വദിച്ച് കഴിക്കണം. കാണുമ്പോൾ കാണുന്നവർക്ക് ചോറുണ്ണാൻ തോന്നണം.